അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ടോപ്പിക്ക് 10 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കി. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളിന്ന് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളായിരിക്കും. ഇത് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. പുതിയ ടോപ്പിക്ക് വരുന്നതിനനുസരിച്ച് ലെവൽ കൂടും. അപ്പം നമുക്ക് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് തന്നെ പോവാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, മീറ്റർ എന്ന യൂണിറ്റ് ആദ്യം നിർവചിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഓപ്ഷൻസ്: എ ഭൂമിയുടെ പരിധി, ബി പ്രകാശവേഗം, സി ചന്ദ്രൻ്റെ ദൂരം, ഡി ശബ്ദവേഗം. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഉത്തരം നോക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഭൂമിയുടെ പരിധി. മീറ്റർ എന്ന യൂണിറ്റ് ആദ്യം നിർവചിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഓപ്ഷൻ എ ഭൂമിയുടെ പരിധി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ്: എ മോള്, ബി ലിറ്റർ, സി ഗ്രാം, ഡി ന്യൂട്ടൺ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച ചോദ്യം തന്നെയാണ്. ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ഓപ്ഷൻ എ മോള്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റ് മോള്. അടുത്ത ചോദ്യം, പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ്: എ ലൂമൻ, ബി കാൻഡില, സി വാട്ട്, ഡി ജൂള്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൻഡില. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാൻഡില. അടുത്ത നാലാമത്തെ ചോദ്യം, SI സംവിധാനത്തിൽ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: എ 5, ബി 6, സി 7, ഡി 8. ആൻസർ ഓപ്ഷൻ സി 7. ഫണ്ടമെൻ്റൽ യൂണിറ്റ് 7 ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ആ മെഷർമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാരമളവ് നിയമം നടപ്പിലാക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ നിയമസഭ, ബി ലീഗൽ മെട്രോളജി വകുപ്പ്, സി റെയിൽവേ വകുപ്പ്, ഡി ബാങ്കുകൾ. ആൻസർ വളരെ എളുപ്പമാണ്. ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ലീഗൽ മെട്രോളജി വകുപ്പ്. ഇന്ത്യയിൽ ഭാരം അളവ് നിയമം നടപ്പിലാക്കുന്നത് ലീഗൽ മെട്രോളജി വകുപ്പാണ്. അടുത്ത ചോദ്യം, മെട്രോളജി എന്നത് എന്തുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ്? ഓപ്ഷൻസ്: എ കാലാവസ്ഥ, ബി അളവുകൾ, സി വൈദ്യുതി, ഡി ശബ്ദം. ആൻസർ ഓപ്ഷൻ ബി അളവുകൾ. അളവുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മെട്രോളജി. അടുത്ത ചോദ്യം, കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം ഏത് സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻസ്: എ പ്ലാങ്ക് സ്ഥിരാങ്കം, ബി ഗുരുത്വാകർഷണം, സി പ്രകാശവേഗം, ഡി ഇലക്ട്രോൺ ചാർജ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്ലാങ്ക് സ്ഥിരാങ്കം. പ്ലാങ്ക് കോൺസ്റ്റൻറ്റിൽ നിന്ന് വേണം ഈ കിലോഗ്രാം മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, SI യൂണിറ്റ് സംവിധാനം ഔദ്യോഗികമായി സ്വീകരിച്ച വർഷം ഏത്? ഓപ്ഷൻസ്: എ 1947, ബി 1960, സി 1975, ഡി 1985. ഈ ടോപ്പിക്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഓർത്ത് വെക്കണം. ഈ ആക്ട് വന്നതൊക്കെ വർഷം പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചോദ്യോത്തരങ്ങളിലൂടെ പഠിക്കാം. ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്ത് വെച്ചത് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും കാണുക. അടുത്ത ചോദ്യം, ദേശീയ മാനദണ്ഡങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ഏകീകരണത്തിനായി, ബി അലങ്കാരത്തിനായി, സി കയറ്റുമതിക്കായി, ഡി ശാസ്ത്ര പഠനത്തിനായി. ആൻസർ ഓപ്ഷൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഓപ്ഷൻ എ ഏകീകരണത്തിനായി. ദേശീയ മാനദണ്ഡങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് ഏകീകരണത്തിന് വേണ്ടിയാണ്. അടുത്ത ചോദ്യം, ലീഗൽ മെട്രോളജി പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ നക്ഷത്രശാസ്ത്രം, ബി നിയമപരമായ അളവുകൾ, സി കൃഷി, ഡി കാലാവസ്ഥ. ആൻസർ ഓപ്ഷൻ ബി നിയമപരമായ അളവുകൾ. ലീഗൽ മെട്രോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമപരമായ അളവുകൾ. ഇന്ന് നമ്മൾ നോക്കിയത് 10 ചോദ്യോത്തരങ്ങളാണ്. ഞാൻ 2 ക്ലാസ്സിലായി ചെയ്തത് വളരെ ബേസിക് ലെവലിലുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്തോറും കുറച്ചും കൂടി ലെവൽ കൂടും. ഇതിൽ ആക്ടിൻ്റെ ഭാഗത്തുനിന്നും റൂൾസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ചോദ്യോത്തരങ്ങൾ വരാനുണ്ട്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുക. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് എടുത്തു വെച്ചതുണ്ട് ഓൾറെഡി. പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും മാക്സിമം ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് ഇനിയും ക്ലാസ്സുകൾ ചെയ്യാനുള്ള എനർജി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കൂളായി തന്നെ പഠിച്ചു പോവുക. താങ്ക്